സിനിമാ മേഖലയിലുള്ളവരോട് സ്ഥാനത്തും അസ്ഥാനത്തും അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് കേരളത്തിലെ യൂട്യൂബ് ചാനൽ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. ഈ അടുത്താണ് ഇറക്കം കുറഞ്ഞ ഒരു ഡ്രസ്സ് ഇട്ടു ഒരു പൊതുപരിപാടിക്ക് വന്ന പ്രയാഗ മാർട്ടിന്റെ വീഡിയോ താഴെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ഒരു യൂട്യൂബ് റിപ്പോർട്ടർ ശ്രമിച്ചതും പ്രയാഗയ്ക്ക് അയാളോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയേണ്ടി വന്നതും. ഇങ്ങനെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് പെരുമാറിയാൽ പോലും യൂട്യൂബ് ചാനലുകളോട് പ്രതികരിക്കാൻ മിക്ക താരങ്ങളും ശ്രമിക്കാറില്ല എന്നതാണ് സത്യം. പ്രതികരിച്ചു കൂടുതൽ വിവാദങ്ങളിൽ പോയി ചാടേണ്ട എന്ന് കരുതിയാണ് മിക്കവരും പ്രതികരിക്കാതിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള യൂട്യൂബർമാർക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന അപൂർവം ചില ആളുകളും മലയാള സിനിമയിലുണ്ട്. അവരിലൊരാളാണ് നടൻ പൃഥ്വിരാജിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോൻ. കഴിഞ്ഞ ദിവസം സലാർ കാണാനായി ഒരു തിയേറ്ററിലെത്തിയ സുപ്രിയയോട് ഒരു യൂട്യൂബ് ചാനൽ റിപ്പോർട്ടർ ചോദിച്ച ഒരു ചോദ്യവും അതിന് സുപ്രിയ കൊടുത്ത മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എമ്പുരാൻ സലാറിനേക്കാളും വലിയ ചിത്രമായിരിക്കുമോ എന്നായിരുന്നു റിപ്പോർട്ടർ സുപ്രിയയോട് ചോദിച്ച ചോദ്യം. തെല്ലൊന്ന് ദേഷ്യത്തോടെയാണെങ്കിലും വളരെ പക്വതയോടെയാണ് സുപ്രിയ അതിന് മറുപടി പറഞ്ഞത്. സുപ്രിയയുടെ മറുപടി ഇതായിരുന്നു: എമ്പുരാനെക്കുറിച്ച് നിങ്ങൾ അതിൻ്റെ സംവിധായകനോട് പോയി ചോദിക്കണം, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനോടോ മോഹൻലാൽ സാറിനോടോ ചോദിക്കണം. എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല അത്. ഞാനിവിടെ ഒരു സാധാരണ പ്രേക്ഷകയായാണ് ഈ സിനിമ കാണാൻ വന്നത്. ഇതായിരുന്നു സുപ്രിയയുടെ മറുപടി. എന്നാൽ ആ റിപ്പോർട്ടർ സുപ്രിയയെ ചൊറിയാൻ വേണ്ടി നേര് സലാറിനൊരു ഭീഷണിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ സുപ്രിയയുടെ മറുപടി ഇതായിരുന്നു: നേര് കാണുന്നവർ സലാർ കാണരുതെന്ന് നിയമം വല്ലതുമുണ്ടോ? നിങ്ങൾ നേര് കണ്ടോ? അതേ എന്ന് റിപ്പോർട്ടർ പറഞ്ഞപ്പോൾ, എന്നിട്ടിപ്പോൾ നിങ്ങൾ സലാർ കാണാൻ വന്നില്ലേ? പിന്നെന്താ പ്രശ്നം? ആളുകൾ അവർക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വന്ന് കണ്ടോളും. ചിലപ്പോൾ എല്ലാം കാണും. അതൊന്നും ഒരു പ്രശ്നവുമല്ല. നേര് വിജയിച്ചതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, സുപ്രിയ പറഞ്ഞു. സുപ്രിയയുടെ ഈ പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കേരളത്തിലെ യൂട്യൂബ് ചാനൽ റിപ്പോർട്ടർമാരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.